സൈന്യത്തിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറയുന്നു, നിങ്ങൾക്ക് ഓപ്പറേഷണൽ ഫ്രീഡം ഉണ്ട്. ഏതു സമയത്ത് ഏതു രീതിയിൽ എങ്ങനെ വേണം തിരിച്ചടി എന്നുള്ളത് സൈന്യത്തിന് തീരുമാനിക്കാം. എന്നാണ് പ്രധാനമന്ത്രി ആത്മവിശ്വാസം കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായെ കൂടി വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. നിർണായകമായ കൂടിയാലോചനയാണ്, തിരക്കിട്ട ചർച്ചയാണ്, തിരിച്ചടി കുരുങ്ങുന്നു. എന്താണ് ഇന്ത്യൻ സ്റ്റേറ്റ് ഈ ഘട്ടത്തിൽ ലക്ഷ്യമിടുന്നത്? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഡൽഹിയിൽ നിന്ന് വരുന്ന വിവരം അനുസരിച്ച് സൈന്യത്തിന് പൂർണ്ണ ഓപ്പറേഷണൽ ഫ്രീഡം കൊടുത്തിരിക്കുന്നു പ്രധാനമന്ത്രി എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള എല്ലാ സൈനിക നീക്കങ്ങൾക്ക് തൊട്ടുമുമ്പായും ഉന്നതതല യോഗത്തിനു ശേഷം സുരക്ഷാ ചുമതലയുള്ള മന്ത്രിസഭ ആ തീരുമാനമെടുത്ത് സൈനിക വിഭാഗങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം നൽകലാണ് പതിവ്. അതിനാൽ എൻ്റെ സഹോദരങ്ങളെ വിഷം കുത്തി നശിപ്പിക്കാൻ തുനിയുന്നവർ ആരായാലും അവരുടെ മേൽ അശനിപാതം പോലെ ഞാൻ പ്രഹരമേൽപ്പിക്കും. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരു ഓപ്പറേഷന് തയ്യാറെടുക്കുകയാണ്. പക്ഷെ അതൊരിക്കലും ഒരു പൂർണ്ണമായ തോതിലുള്ള യുദ്ധമായിരിക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ 2016 ഉറിക്ക് ശേഷം സംഭവിച്ചതുപോലെയോ 2019 പുൽവാമയ്ക്ക് ശേഷം സംഭവിച്ചതുപോലെയുള്ള സർജിക്കൽ സ്ട്രൈക്ക് ആകാനുള്ള സാധ്യതയും കുറവാണ്. ഒരുപക്ഷെ ടാർഗറ്റഡ് അസാസിനേഷൻസ് ആകാം. അതായത് ലക്ഷ്യങ്ങളിൽ ചെന്ന് ആരെയാണോ വധിക്കേണ്ടത് അവരെ വധിച്ച് വളരെ പെട്ടെന്ന് തിരിച്ചു മടങ്ങേണ്ടി വരുന്ന ഒന്നായിരിക്കാം ഉണ്ടാവുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതുവരെയും ഈ നിമിഷം വരെയും പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സ്വീകരിച്ച പ്രതിരോധ നീക്കത്തെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുകയാണ്. കാര്യം അത് വളരെ മാതൃകാപരമായ നീക്കമാണ് ഇതുവരെയും ചെയ്തിരുന്നത്. നോക്കൂ, ആദ്യം സംയമനം, റീസ്ട്രെയിൻസ്, പരമാവധി സംയമനം സ്റ്റേറ്റ് പാലിച്ചു. പ്രതിരോധ വകുപ്പ് മന്ത്രിയോ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററോ ഏതെങ്കിലും പട്ടാള ഉദ്യോഗസ്ഥനോ പാകിസ്ഥാനിൽ പറഞ്ഞതുപോലെ പ്രകോപനപരമായ ഒരു വാക്കുപോലും ഇന്ത്യൻ സ്റ്റേറ്റിൽ നിന്ന് ഉണ്ടായിട്ടില്ല. പ്രധാനമന്ത്രി 2 പ്രസംഗങ്ങളിൽ പങ്കെടുത്ത് ഏതെങ്കിലും തരത്തിൽ കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റും നടത്തിയിട്ടില്ല. ഹിന്ദുവെന്നോ മുസൽമാനെന്നോ പറയാതെ, ഏതെങ്കിലും തരത്തിൽ കലിമയെന്ന വാക്കുപോലും പറയാതെ വളരെ സംയമനത്തോടു കൂടി പ്രധാനമന്ത്രിയും ഈവൻ RSSന്റെ ഹെഡ്ക്വാർട്ടറിൽ നിന്ന് പോലും നമ്മുടെ ടൂറിസ്റ്റുകളെ ആക്രമിച്ചവർക്ക് തക്കതായ മറുപടി കൊടുക്കണം എന്ന നിലയിലുള്ള പക്വമായ പ്രതികരണമാണ് ഉണ്ടായത്. അപ്പോൾ റീസ്ട്രെയിൻസ് എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തത് നോക്കൂ, അതിൽ വലിയ രീതിയിലുള്ളൊരു ക്ഷമ നമ്മൾ കാണിച്ചു. മിലിറ്ററി പേഷ്യൻസ് എന്നുള്ളത് ഇത്തരം ഓപ്പറേഷൻസിന് ആവശ്യമാണ്. വിദഗ്ധരെല്ലാവരും പറയുന്നു. നമ്മളുടേത് ഒരു കോൾഡ് സ്ട്രാറ്റജിയാണ്, കോൾഡ് വാർ സ്ട്രാറ്റജി എന്ന് നമ്മൾ പറയും. എന്താണ് കോൾഡ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്? ഒരു ഓൾ ഔട്ട് വാറിലേക്ക് പെട്ടെന്ന് സൈനിക നീക്കം നടത്തി പാകിസ്ഥാനെ ഇന്ത്യ ആക്രമിക്കാൻ പോകുന്നു എന്നൊരു പ്രതീതി വരുത്തുന്ന രീതിയല്ല ഇന്ത്യൻ ആർമി കാലങ്ങളായിട്ട് സ്വീകരിച്ചു വരുന്നത്. പകരം അതിനെ പറയുന്ന പേരാണ് ഒരു കോൾഡ് സ്ട്രാറ്റജി എന്നാണ് പറയുക. ഈ ശീത സമര രൂപം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അന്തർദേശീയ സമൂഹത്തിന്റെ പിന്തുണ ആർജിക്കുക ഒന്ന്, 2 ഏതെങ്കിലും തരത്തിലൊരു മിലിറ്ററി ഓപ്പറേഷൻ ഉണ്ടാക്കുന്നു എന്ന പെട്ടെന്നുള്ളൊരു ധാരണ കൊടുത്ത് പാകിസ്ഥാനിൽ നിന്ന് ഒരു തിരിച്ചടി ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് 2, 3 സർപ്രൈസ് അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ്, 4 ആ ടെറൈൻ ഏതാണ് എന്നുള്ളത് ഒരിക്കലും അവരെ ബോധ്യപ്പെടുത്താതിരിക്കുക. അപ്പോൾ വലിയ രീതിയിൽ മാധ്യമങ്ങൾക്കോ മറ്റേതെങ്കിലും മീഡിയയ്ക്കോ ഈവൻ റഡാറുകൾക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത അത്ര വേഗത്തിൽ സ്വിഫ്റ്റായിട്ട് സർജിക്കൽ ഓപ്പറേഷൻസ് നടത്തി തിരിച്ചു മടങ്ങുന്ന ഒരു കോൾഡ് സ്ട്രാറ്റജിയാണ്, ഒരു കോൾഡ് വാർ സ്ട്രാറ്റജിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സ്ട്രാറ്റജി ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധസമാനമായ സ്ട്രാറ്റജി അല്ല എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് ഇന്ത്യയുടെ ഈ തയ്യാറെടുപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്ത് നേട്ടമുണ്ടായി? പാകിസ്ഥാൻ സ്വയം കുഴിച്ച കുഴിയിൽ വീണു. ഇതുവരെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഒന്ന് എടുത്തു നോക്കിയാൽ പാകിസ്ഥാന്റെ അബദ്ധങ്ങൾ എണ്ണി പറയാം. നമ്മൾ ഈ കാണിച്ച പേഷ്യൻസ് കൊണ്ട് എന്തൊക്കെ സംഭവിച്ചു? നമ്മൾ ഒരു തിരിച്ചടി നൽകും എന്ന് പാകിസ്ഥാൻ ഭയക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ പ്രതിരോധ വകുപ്പ് മന്ത്രിയല്ലേ സ്കൈ ന്യൂസിൽ വന്നിരുന്നു പറഞ്ഞത്, വെസ്റ്റിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ദശകങ്ങളിൽ നമ്മൾ ഈ ഡേർട്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഈ വൃത്തികെട്ട പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏതു പണി? തീവ്രവാദികളെയും ചാരന്മാരെയും വളർത്തിയെടുക്കുന്ന പണി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ഈ വേളയിലാണ് ഒരു പ്രതിരോധ വകുപ്പ് മന്ത്രി പറഞ്ഞത്. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? 2 നമ്മൾ ഈ ഇൻഡസ് റിവർ ട്രീറ്റ് സസ്പെൻഡ് ചെയ്തപ്പോൾ സിംല കരാർ റദ്ദാക്കിക്കൊണ്ടാണ് അവർ തിരിച്ചടിക്കാൻ ശ്രമിച്ചത്. സിംല കരാർ പാകിസ്ഥാന് വേണ്ടിയിട്ട് ഇന്ത്യ കൊടുത്തൊരു ഔദാര്യമായിരുന്നു. ആ ഔദാര്യം വേണ്ടെന്ന് വെച്ചതോടുകൂടി പ്രതിരോധത്തിലായത് പാകിസ്ഥാനാണ്. ലൈൻ ഓഫ് കൺട്രോൾ കടന്ന് ഇന്ത്യ ഒരടി മുന്നോട്ട് പോയാൽ ഇനി ഏത് കരാർ വെച്ച് പാകിസ്ഥാനെ പ്രതിരോധിക്കാൻ പറ്റും? മറ്റേതെങ്കിലും ലോകരാജ്യങ്ങളുടെ സഹായം, ഇതിലൊരു ആർബിട്രേഷൻ ഇന്ത്യ തേടിയാൽ പാകിസ്ഥാൻ ഏത് കരാർ ഉപയോഗിച്ച് തടുക്കാൻ കഴിയും? അപ്പോൾ അക്കാര്യത്തിലും പാകിസ്ഥാൻ വീഴ്ച പറ്റി.
നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. മൂന്നാമത്തതോ വ്യോമ ഗതാഗതം പൂർണ്ണമായിട്ടും വ്യോമപാത അടച്ചുകൊണ്ട് പാകിസ്ഥാന്റെ നീക്കം. നോക്കൂ, ഇതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. പാകിസ്ഥാൻ കാണിച്ച ഏറ്റവും മണ്ടത്തരം അടുത്തൊരു കാര്യമാണ്. ഒരു ദിവസം അവർക്ക് നഷ്ടമാവുന്ന എത്രയെന്നറിയാമോ? ഓവർ ഫ്ലൈറ്റ് ഫീസ് എന്ന ഇനത്തിൽ, അതായത് പാകിസ്ഥാന്റെ വ്യോമപാത ഉപയോഗിക്കുന്നത് മൂലം പാകിസ്ഥാന് ഒരു ദിവസം ശരാശരി $3 ലക്ഷം നഷ്ടമാവുന്നത് ഓവർ ഫ്ലൈറ്റ് ഫീ എന്ന ഇനത്തിൽ മാത്രം. ആകപ്പാടെ സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുന്ന ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ നിന്ന് ധാരാളം പണം കടമെടുത്ത് വളർച്ച നിരക്ക് ഉയർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായി മാറുകയാണ്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. നമ്മളുടെ ക്ഷമയോടുകൂടിയുള്ള നീക്കത്തിന്റെ ഭാഗമായി പാകിസ്ഥാൻ അകമേ തന്നെ ദ്രവിച്ചു തുടങ്ങുന്നു, ദുർബലമായി കൊണ്ടിരിക്കുന്നു എന്നതിന്റെ സൂചനയാണ്. അതുകൊണ്ടാണ് അസീം മുനീറിന്റെ ഭാര്യയും കുടുംബത്തെയും വിമാനത്തിൽ കയറ്റി വിദേശ രാജ്യത്തേക്ക് അയച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അടുത്ത പ്രധാനപ്പെട്ട നീക്കം, മൂന്നാമത്തെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം എന്ന് പറയുന്നത് നമ്മൾ ഡിപ്ലോമാറ്റിക് കോപ്പറേഷൻ പൂർണ്ണമായിട്ടും ഇന്ത്യ ഉറപ്പുവരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ചൈനയും തുർക്കിയും ഒഴികെ മിക്കവാറും എല്ലാ രാജ്യങ്ങളുടെയും, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷന്റെ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളുടെയും പിന്തുണ ഈ വിഷയത്തിൽ ഇന്ത്യ ഉറപ്പാക്കി. എന്തിനേറെ ഇന്ത്യയുമായി ഇടഞ്ഞു നിൽക്കുന്ന കാനഡയിലെ പ്രധാനമന്ത്രിക്ക് പോലും, കാർണിക്ക് പോലും ഈ വിഷയത്തെ അപലപിച്ച് സംസാരിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഡിപ്ലോമാറ്റിക്കായി നയതന്ത്രപരമായി ഇന്ത്യ നേടിയിരിക്കുന്ന വിജയവും ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ്. താലിബാൻ ഭരണകൂടം പോലും പറഞ്ഞു പാകിസ്ഥാനാണ് ഈ പണി കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ പാകിസ്ഥാൻ ചൈനയുടെയും തുർക്കിയുടെയും മാത്രം ബലത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. 16ഓളം ലോക നേതാക്കളോട് നരേന്ദ്രമോദി നേരിട്ട് തന്നെ വിളിച്ച് തെളിവ് സഹിതം ആരാണ് ഹഷീം മൂസ, ആരാണ് അലി ഭായ്, എന്താണ് ഈ റെസിസ്റ്റൻസ് ഫ്രണ്ട്, എന്താണ് ലഷ്കർ ഇ തോയ്ബ, എന്താണ് ഇവരുടെയൊക്കെ പങ്ക് എന്നുള്ളത് കൃത്യമായി തെളിവ് സഹിതം, ഫോറൻസിക്കിന്റെ തെളിവ് സഹിതം കാര്യങ്ങൾ വിശദീകരിച്ച് അന്തർദേശീയ സമൂഹത്തിന്റെ ഒരു പിന്തുണ കൂടി ഉറപ്പാക്കി. ഇത്രയും ഉറപ്പാക്കി കഴിഞ്ഞതിന് ശേഷമാണ് സംയമനത്തോടെയുള്ള പ്രതികരണം, ക്ഷമയോടുകൂടിയുള്ള പ്രതിരോധ നീക്കം, 3 അന്തർദേശീയ സഹകരണം ഉറപ്പാക്കത്തക്ക രീതിയിലുള്ള ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള എഫേർട്ടുകൾ, ഇതെല്ലാം എടുത്തതിന് ശേഷമാണ് ഇന്നിപ്പോൾ കരസേനാ മേധാവിയുടെയും സംയുക്ത സേനാ മേധാവിയുടെയും ഒക്കെ യോഗം വിളിച്ചിട്ട് പറയുന്നത്, ഞങ്ങൾ നിങ്ങളിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുന്നു. എവിടെ തിരിച്ചടി കൊടുക്കണം, എങ്ങനെ തിരിച്ചടി കൊടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. മറ്റൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ. സൈനികേതരമായിട്ടുള്ള നീക്കങ്ങൾ പാകിസ്ഥാനിൽ വലിയ സാമ്പത്തിക പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുക. 1 കിലോ അരിക്ക് ഇന്ന് പാകിസ്ഥാൻ മാർക്കറ്റിൽ എത്രയാ വിലയെന്നറിയോ? പാകിസ്ഥാൻ റുപ്പി 340 രൂപയാണ്. 1 കിലോ ചിക്കന് 800 രൂപയാണ് പാകിസ്ഥാനിൽ. ആ നിലയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റുമോ? നമ്മുടെ $4.2 ട്രില്യൺ അടുത്തേക്ക് വരില്ല പാകിസ്ഥാന്റെ എക്കണോമി എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് വേറെ ഒരു മാർഗമല്ല ജീവിക്കാൻ. അതിന് നിങ്ങൾ സംഭാവന അഭ്യർത്ഥി സഹായി. അതുകൊണ്ട് നിങ്ങൾ സംഭാവന തന്ന് സഹായിക്കണം. അപ്പോൾ ചുരുക്കത്തിൽ പാകിസ്ഥാനെ അകമേ ദ്രവിപ്പിക്കത്തക്ക രീതിയിൽ, അകമേ ദുർബലമാക്കത്തക്ക രീതിയിലുള്ള ഒരു കോൾഡ് സ്റ്റാർട്ട് സ്ട്രാറ്റജിയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ തുടങ്ങിയിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഒരു ശീതത്തുടക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ടൊരു യുദ്ധത്തിലേക്ക് പോകാതെ, ആണവ പോർമുനകളുള്ള പാകിസ്ഥാനെ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നയിക്കാതെ ടാർഗറ്റഡ് അസാസിനേഷനിലേക്ക് നമ്മുടെ ഇന്ത്യൻ ആർമി പോകും. ഉറിക്കു ശേഷം, പുൽവാമയ്ക്കു ശേഷം ഇന്ത്യ മറ്റൊരു മിലിറ്ററി ഓപ്പറേഷന് തയ്യാറെടുക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ രൂപവും ഭാവവും തീയതിയും എല്ലാം ഇനി ഇന്ത്യൻ സേന തീരുമാനിക്കും എന്നുള്ളതാണ്. I prefer to die rather than pointing the gun towards those 13 souls. Now you decide and give the order, sir.